കാണാം. ഓക്കെ, നമ്മൾ എയ്ഗൺ വാല്യൂസും എയ്ഗൺ വെക്ടേഴ്സും കണ്ടുപിടിക്കാനായിട്ടുള്ളതാണ് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞത്. അത് നിങ്ങൾക്ക് മെത്തേഡ് ക്ലിയർ ആയോ? എയ്ഗൺ വാല്യൂസും എയ്ഗൺ വെക്ടറും ഏത് 2x2 മെട്രിക്സിന്റെ അല്ലെങ്കിൽ ഏത് 3x3 മെട്രിക്സിന്റെ തന്നാലും തെറ്റാണ്ട് ചെയ്യാൻ പറ്റുമെന്ന് ഇപ്പൊ നിങ്ങൾക്ക് ഉറപ്പുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ ആണോ? നമ്മള് ഈ എയ്ഗൺ വാല്യൂസ് എയ്ഗൺ വെക്ടറും കണ്ടുപിടിക്കുമ്പോ അതിന്റെ ഏറ്റവും പ്രശ്നം വരുന്നത് ആദ്യം ആ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്യില്ലേ, അവിടെ തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്തത് കംപ്ലീറ്റ് പിന്നെ നമ്മൾ ചെയ്യുന്നതിനൊന്നും മാർക്ക് കിട്ടില്ല. സോ അത് തെറ്റിപ്പോകാതിരിക്കണം. അതിന് ഞാൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് സാധാരണ നമ്മൾ ഈ എന്താ പറയുക കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ സാധാരണ ഉപയോഗിക്കാറുള്ള ഒരു മെത്തേഡാണ്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് ഉപയോഗിച്ചായാലും നിങ്ങൾ ചെയ്യുക. അതായത് ഞാനൊരു ക്വസ്റ്റ്യൻ അതിന്റെ ചെയ്യാണ്, കാരണം അത് അത്ര ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് അത് തെറ്റിപ്പോകാതിരിക്കണം എന്ന ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് അത് പറഞ്ഞ് കേലി ഹാമിൽട്ടൺ തിയറം ആണെന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. എനിവേ നമുക്ക് ഞാനൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെ എഴുതാം. ഫൈൻഡ് എയ്ഗൺ വാല്യൂസ് ആൻഡ് എയ്ഗൺ വെക്ടേഴ്സ് ഓഫ്, നിങ്ങളുടെ ടെക്സ്റ്റ് തന്നേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെ ഞാൻ എടുക്കുകയാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഏറ്റവും കൂടുതലും യൂസ് ചെയ്തിട്ടുണ്ടാവുക ഈ ക്വസ്റ്റ്യൻ തന്നെയാണ്. 911 ഒരു 3x3 മെട്രിക്സ് ആണ്. ഇതിന്റെ എയ്ഗൺ വാല്യൂസും എയ്ഗൺ വെക്ടേഴ്സും കണ്ടുപിടിക്കണം. നമുക്കറിയാം എയ്ഗൺ വാല്യൂവും എയ്ഗൺ വെക്ടറും കണ്ടുപിടിക്കാൻ എവിടുന്നാ തുടങ്ങണ്ടേ? The characteristic equation is given by, ഇങ്ങനല്ലേ? Determinant a minus lambda I equal to 0 implies, നമുക്ക് തന്നിരുന്ന മെട്രിക്സ് നോക്കുക, അതിന്റെ ഡയഗണൽ എലമെന്റിൽ നിന്ന് ലാംഡ മൈനസ് ചെയ്തിട്ടുള്ള ഡിറ്റർമിനന്റ് എടുക്കുക. നമ്മുടെ മെട്രിക്സ് സിമ്പിൾ ആയതുകൊണ്ട് എനിക്ക് ഓർമ്മയുണ്ട്. 9 മൈനസ് ലാംഡ 1 1 1 9 മൈനസ് ലാംഡ 1 1 1 9 മൈനസ് ലാംഡ, ഇതിന്റെ ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0. ഇത്രയും വരെ നമ്മൾ എഴുതുന്നതിന്റെ അത് സംശയമൊന്നും ഇല്ലല്ലോ. ഇത് ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഈ ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്യണം. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു ഈ ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോഴായിരിക്കും മിക്കവാറും തെറ്റാൻ സാധ്യതയുള്ളതെന്ന് പറഞ്ഞു. ഇത് എക്സ്പാൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം, എങ്കിലും തെറ്റാൻ സാധ്യതയുള്ളത് കൊണ്ട് ഒരു 3x3 മെട്രിക്സ് ആണ് എ എങ്കിൽ, ഞാനൊരു നോട്ടായിട്ട് ഇവിടെ പറയാണ്, നിങ്ങൾ ആ പ്രോബ്ലത്തിന്റെ ആൻസറിന്റെ അകത്ത് എഴുതാൻ വേണ്ടിയിട്ടല്ല. ഇഫ് എ ഈസ് എ 3x3 മെട്രിക്സ്, 2x2 മെട്രിക്സ് ആണെങ്കിൽ ഇത് നമുക്ക് കുഴപ്പമില്ല, വേഗം നിങ്ങൾക്ക് ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്യുന്നതിന് പ്രശ്നം ഉണ്ടാവില്ല, തെറ്റില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് 3x3 മെട്രിക്സിന്റെ കേസിൽ മാത്രം ഞാൻ ഫോർമുല പറയാണ്. ഇഫ് എ ഈസ് എ 3x3 മെട്രിക്സ്, then determinant a minus lambda I equal to 0 എന്ന് പറഞ്ഞാൽ നമ്മുടെ characteristic equation can be expressed in the form lambda cube minus trace of a, എന്താന്ന് ഞാൻ പറയാം, trace of a into lambda plus a11 plus a22 plus a33, sorry ഇത് ലാംഡ സ്ക്വയർ ആണ്, this one into lambda minus determinant a equal to 0. അതായത് a എന്ന് പറയുന്ന ഒരു 3x3 മെട്രിക്സ് ആണെങ്കിൽ അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനെ നമുക്ക് ഈ ഒരു ഫോമിൽ എഴുതാൻ പറ്റും എന്നാണ് ഞാനിപ്പോ പറഞ്ഞത്. ഓക്കെ, വേർ, ഇവിടെ വന്നേക്കുന്ന കാര്യങ്ങൾ ഓരോന്നും പറയണം. വേർ ട്രേസ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറയാമോ? എന്താ ഒരു മെട്രിക്സിന്റെ ട്രേസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നേ? നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സ് 3x3 മെട്രിക്സ് a11 a12 a13 a21 a22 a23 a31 a32
2 A33 ഇതാന്ന് വയ്ക്കുക നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ട്രേസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന മെയിൻ ഡയഗണലിൽ വരുന്ന എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ A11 A22 A33 ഈ എലമെന്റ്സിന്റെ സമ്മാണ് ട്രേസ് ഓഫ് A11 പ്ലസ് A22 പ്ലസ് A33 എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്ന സം ഓഫ് ഡയഗണൽ എലമെന്റ്സ്. അത് കണ്ടുപിടിക്കുന്നത് എളുപ്പമാണല്ലോ അല്ലെ? ഡയഗണൽ എലമെന്റ്സിന്റെ സമ്മ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടില്ല. നമുക്ക് തന്നേക്കുന്ന മെട്രിക്സിന്റെ ഒരു മിനിറ്റ്. അതുപോലെ ക്യാപിറ്റൽ, അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി ക്യാപിറ്റൽ A11 A22 A33 ഇതെന്താന്ന് പറയണം. ക്യാപിറ്റൽ A11 എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് മൈനർ ഓഫ് A11 ആണ്. സ്മോൾ A11 മൈനർ ഓഫ് A11. എന്താ മൈനർ ഓഫ് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കണേ? മൈനർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ടൈം കേട്ടിട്ടുള്ളതല്ലേ? നിങ്ങൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളതല്ലേ? ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞേ. മൈനർ എന്ന് കേട്ടിട്ടുണ്ടോ? യെസ് ഓർ നോ എന്ന് പറ. യെസ്. എന്താ A11 എന്ന് പറയുന്നതിന്റെ മൈനർ എന്താ? ഡിറ്റർമിനന്റ്. അപ്പൊ എന്തായിരിക്കും വരെ? ദിസ് ഈസ് ഡിറ്റർമിനന്റ്. ഒരു മിനിറ്റ്. ഹലോ മിസ്സേ, ഞാനിപ്പോ വീട്ടിലില്ല മിസ്സേ, ഞാൻ 6 മണി കഴിഞ്ഞേ എത്തുള്ളൂ. ഞാൻ ഈ കോളേജിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല, ഇത്തിരി തിരക്കുണ്ടായിരുന്നു, അതുകൊണ്ടാ. മതി, ഞാൻ കോളേജിലുണ്ട്, ഡിപ്പാർട്ട്മെന്റിലുണ്ട്. ഓക്കെ 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 ശരി. അപ്പൊ എന്തായിരിക്കും വരിക? അതൊന്ന് എക്സ്പാൻഡ് ചെയ്താൽ A22 A23 A32 A33 ശരിയല്ലേ? ഈ ഡിറ്റർമിനന്റ് ആണ്. ക്ലിയർ ആണല്ലോ? A11 എന്ന് പറഞ്ഞാൽ ഈ എലമെന്റ് ആണ്. അത് വരുന്ന റോയും കോളവും ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളതിന്റെ ഡിറ്റർമിനന്റ്. ക്ലിയർ അല്ലേ? ക്യാപിറ്റൽ A11 എന്ന് ഞാൻ ഡിഫൈൻ ചെയ്തേക്കുന്നതിന്റെ അത് സംശയമില്ലല്ലോ? യെസ് ഓർ നോ? ഓക്കെ. അതുപോലെ A22 അതേതാണ്? മൈനർ ഓഫ് സ്മോൾ A22. ഞാനിവിടെ എക്സ്പാൻഡ് ചെയ്ത് എഴുതുന്നില്ല, അതും ക്ലിയർ ആണ്. A33 അതുപോലെ തന്നെ നമ്മൾ പറയുന്നു. മൈനർ ഓഫ്. സോ ഈ 3 ടേമുകൾ കണ്ടുപിടിക്കാം. പിന്നെ ഏതും കൂടെ കണ്ടുപിടിച്ചാൽ മതി? ഡിറ്റർമിനന്റ് എയും കൂടെ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ. ഇപ്പൊ നമ്മൾ തന്നിരിക്കുന്ന ഈ പ്രോബ്ലത്തിന് ഞാൻ ആ ഫോമിലേക്ക് എഴുതുകയാണ്. ഓക്കെ, ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. ഇത് കണ്ടല്ലോ, ഈ സ്റ്റെപ്പ് വരെ എഴുതിയിട്ട് ഞാൻ ഇനി ഈ ഫോമുല ഉപയോഗിച്ച് ഇതിനെ എക്സ്പാൻഡ് ചെയ്യാൻ പോവാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റിൽ ഫോമുല ഇല്ല, നിങ്ങൾ ഇത് ഡയറക്റ്റ് എക്സ്പാൻഡ് ചെയ്ത് തന്നെയാണ് എഴുതേണ്ടത്. അത് പലപ്പോഴും പലരും തെറ്റിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ നിങ്ങളുടെ ആൻസർ ഒന്ന് വെരിഫൈ ചെയ്യാനായിട്ടൊരു മെത്തേഡ് എന്നുള്ള രീതിയിൽ പറയുന്നതായിട്ട് കൂട്ടിയാൽ മതി. ഇത് തെറ്റിപ്പോകും. ഈ ഡയറക്റ്റ് ഈ ഫോമുല, ഈ ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ തെറ്റിപ്പോകും എന്നുള്ളവർ മാത്രം ഞാനിപ്പോൾ പറഞ്ഞ ഫോമുല ഉപയോഗിച്ചാൽ മതി. അല്ലാത്തവർ ഡയറക്റ്റ് ആ ഫോമുല പ്രകാരം തന്നെ ചെയ്യുക. അപ്പൊ നമ്മൾക്ക് തന്നിരിക്കുന്ന A എന്നുള്ള മെട്രിക്സ് ഇതായിരുന്നു 9 1 1 1 9 1 1 1 9. ഇതായിരുന്നു A. സോ ഹിയർ വാട്ട് ഈസ് ട്രേസ് ഓഫ് A? ട്രേസ് ഓഫ് A എന്താ? ആരെങ്കിലും വോയിസ് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയണം. ട്രേസ് ഓഫ് A ഡയഗണൽ എലമെന്റ്സിന്റെ സമ്മാണ്. സം ഓഫ് ഡയഗണൽ എലമെന്റ്സ് ആണ്. 9 9 9 ആണ് വരുന്നത്. സോ ഈക്വൽ ടു 27. സംശയമില്ലല്ലോ? 3 9 കൂടെ ആഡ് ചെയ്യുന്നു. 9 പ്ലസ് 9 പ്ലസ് 9 ഡയഗണൽ എലമെന്റ്സിന്റെ സമ്മാണ്. സം ഓഫ് ഡയഗണൽ എലമെന്റ്സ് ഈക്വൽ ടു 9 പ്ലസ് 9 പ്ലസ് 9 ഈക്വൽ ടു 27. അതുപോലെ A11 എന്താ? ദിസ് ഈസ് ഡിറ്റർമിനന്റ് ഓഫ്, അതായത് ഇതാണ് A11 പൊസിഷനിലുള്ള എലമെന്റ്. അപ്പൊ ആ എലമെന്റ് വരുന്ന റോയും കോളം എലിമിനേറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളതിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞാൽ 9 1 1 9 ഈക്വൽ ടു എത്ര വരും? 81 മൈനസ് 1 ഈക്വൽ ടു 80. ശരിയല്ലേ? A22 ആണെങ്കിലോ
ഇതാണ് A22 പൊസിഷനിലെ എലമെന്റ്. അത് വരുന്ന റോയും കോളവും എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്ന ഏതാ? 9119. ശരിയല്ലേ? അതുപോലെ A33 ആണെങ്കിലോ A33 ആണെങ്കിലും ഇത് തന്നെയല്ലേ പറഞ്ഞേ? 9119. ശരിയല്ലേ? സംശയമുണ്ടോ? ഇല്ല സർ. ഇനി എന്താ ഡിറ്റർമിനന്റ് എത്രയാന്ന് കൂടെ പറഞ്ഞേ? ഡിറ്റർമിനന്റ് 9 into 81 minus 1 minus 1 into 9 minus 1, okay, plus 1 into 1 minus 9. Equal to എത്ര വരും? 80 into 9. 9 into 80 എത്രയാ? 720 minus 8 minus 8. അപ്പൊ എത്ര വരും? ഓക്കെ, ഇത്രയും വരെ കിട്ടിയോ? സർ കിട്ടി സർ. അപ്പൊ എന്തായിരിക്കും നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ? ഇംപ്ലൈസ് ദ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഈസ് implies the characteristic equation is, ഞാൻ പറഞ്ഞ ഫോർമുല ഏതായിരുന്നു? ലാംഡ ക്യൂബ് മൈനസ് ട്രേസ് ആണ്. ട്രേസ് നമുക്ക് കിട്ടിയത് 27 ആണ്. സോ 27 ലാംഡ സ്ക്വയർ പ്ലസ് A11 80 കിട്ടി, A22 80 കിട്ടി, A33 80 കിട്ടി, ഇൻറ്റു ലാംഡ മൈനസ് ഡിറ്റർമിനന്റ് ആണ്, അത് 704 ആണ് കിട്ടിയത്, ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുന്നത്? ഇംപ്ലൈസ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ പറഞ്ഞ ലാംഡ ക്യൂബ് മൈനസ് 27 ലാംഡ സ്ക്വയർ പ്ലസ് 240 ലാംഡ മൈനസ് 704 ഈക്വൽ ടു 0. ഇതിനെ ഫാക്ടറൈസ് ചെയ്ത് ലാംഡയ്ക്ക് 3 വാല്യൂസ് കണ്ടുപിടിക്കണം. എങ്ങനെ ചെയ്യുക? ഇന്നലെ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ്റെ അകത്തായിരുന്നപ്പോൾ വളരെ എളുപ്പമായിരുന്നു. എന്തായിരുന്നു പ്രത്യേകത? ഇന്നലെ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ്റെ അകത്തായിരുന്നപ്പോൾ വളരെ എളുപ്പമായിരുന്നു. എന്തായിരുന്നു പ്രത്യേകത? ലാംഡനെ കോമൺ ആയിട്ട് നിർത്താൻ കിട്ടുമായിരുന്നു അല്ലേ? ശരിയാണോ? ഓക്കെ. പക്ഷെ ഈ ക്വസ്റ്റ്യൻ എന്താ പറയാ, ലാംഡനെ കോമൺ ആയിട്ട് നിർത്താൻ പറ്റില്ല. അപ്പൊ ഇവിടെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യണം. എങ്ങനെ ഫാക്ടറൈസ് ചെയ്യണേ? ഈ മെത്തേഡ് ജനറൽ ആയിട്ട് അറിഞ്ഞിരിക്കണം. ഇത് ഒരു പർട്ടിക്കുലർ പ്രോബ്ലം ആണ്. ക്വസ്റ്റ്യൻ കണ്ടാലും നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവണം കേട്ടോ. ഇത് നമ്മളുടെ ടെക്സ്റ്റിന്റെ അത് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റിൽ യൂസ് ചെയ്തേക്കുന്ന എക്സാമ്പിൾ ആണ്. അപ്പൊ ഈ എക്സാമ്പിളിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനും ഇതിന്റെ റൂട്ട്സും ഓർമ്മയിൽ ഉണ്ടാവണം, തെറ്റിക്കാണ്ട് തന്നെ എപ്പോഴും ചെയ്യാനും കിട്ടണം. ഇതിന് നമ്മൾ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ, ഒരു റൂട്ട് ആദ്യം കണ്ടുപിടിക്കണം. ഓക്കെ, അതായത് ലാംഡ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വാല്യൂ കൊടുക്കുമ്പോൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ലാംഡ വാല്യൂ ആദ്യം കണ്ടുപിടിക്കണം. അതെങ്ങനെ ചെയ്യണേ? ട്രയൽ ആൻഡ് എറർ മെത്തേഡ് മാത്രമേ ഉള്ളൂ, മറ്റു മാർഗങ്ങളൊന്നുമില്ല. നമ്മൾ ട്രയൽ ആൻഡ് എററിൽ ഒരു ലാംഡ വാല്യൂ വേണം. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ആദ്യം ലാംഡ ഈക്വൽ ടു 1 കൊടുത്തു നോക്കാം. ലാംഡയുടെ വാല്യൂ 1 കൊടുത്താൽ സാറ്റിസ്ഫൈ ചെയ്യുക. ലാംഡയ്ക്ക് 1 കൊടുത്താൽ എന്താ പറയുക? 1 മൈനസ് 27 പ്ലസ് 240, 1 മൈനസ് 27 പ്ലസ് 240 മൈനസ് 704. ഇത് 0 ആവില്ല. ലാംഡയുടെ വാല്യൂ അത് കഴിഞ്ഞ് നമ്മൾ നോക്കേണ്ട -1 ആ. അത് കൊടുത്താലും -1 മൈനസ് 27 മൈനസ് 240 മൈനസ് 704, ഇതും 0 ആവില്ല. അപ്പൊ ലാംഡയുടെ വാല്യൂ 1 -1 എടുക്കാൻ പറ്റില്ല. പിന്നെ അടുത്തത് 2 കൊടുത്തു നോക്കാം. നമ്മൾ ഇത്രയാണ് നോക്കുന്നത്. ഈ കോൺസ്റ്റന്റ് ടൈം ഇതിന്റെ ഫാക്ടേഴ്സ് ആയിട്ടുള്ള നമ്പേഴ്സ് മാത്രം നമ്മൾ എടുത്താൽ മതി. എന്ന് പറഞ്ഞാൽ 5 ഒന്നും എടുക്കണ്ട, 5 എടുക്കണ്ട, 3 എടുക്കണ്ട. 3 ഇതിന്റെ ഫാക്ടർ ആയിട്ട് വരുമോ? 704ന്റെ ഫാക്ടർ ആണോ 3? അല്ലല്ലോ. 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ 704നെ? ഇല്ല സർ. ഇല്ല. അപ്പൊ 3 എടുക്കണ്ട. ഈ 70 കോൺസ്റ്റന്റ് ടൈം ആയിട്ട് വരുന്നതിന്റെ ഫാക്ടേഴ്സ് മാത്രം എടുത്താൽ മതി. എനിവേ 2 അതിന്റെ ഫാക്ടർ. അപ്പൊ നമുക്ക് ലാംഡയുടെ വാല്യൂ 2 കൊടുത്ത് നോക്കുക. 2 വരുമ്പോൾ കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയേ. 2 ക്യൂബ് 8 ആണ്, മൈനസ് 2 സ്ക്വയർ 4 ആണ്. 4 into 27 108 പ്ലസ്
480 മൈനസ് 704. ഇതും 0 അല്ല കിട്ടുന്നേ. അതുപോലെ ലാംഡയുടെ വാല്യൂ -2 കൊടുത്താൽ -8 മൈനസ് 108 മൈനസ് 480 മൈനസ് 704 ഇതും 0 ആവില്ല. അപ്പൊ 3 പറ്റില്ല. ഇനി ഇതുപോലെ നിങ്ങൾ ചെയ്തു പോകണം. ഞാനിപ്പോ കിട്ടാൻ പോകുന്നത് 4 കൊടുക്കും, അപ്പൊ കിട്ടില്ല. ലാംഡ ഈക്വൽ ടു -4 കൊടുക്കും, അപ്പോഴും കിട്ടില്ല. പിന്നെ 5 കൊടുക്കണ്ട, 6 കൊടുക്കണ്ട, 7 കൊടുക്കണ്ട, 7 ഇതിന്റെ ഫാക്ടർ അല്ല. പിന്നെ 8 കൊടുക്കുക. ലാംഡ ഈക്വൽ ടു 8 കൊടുത്താൽ 8 ക്യൂബ് എത്രയാണ്? 8 ക്യൂബ് എത്ര വരും? എത്ര? 512 ആണോ? അതെ സർ. ഓക്കെ, 512 വന്നു. സോറി, ഇക്വേഷൻ നോക്കട്ടെ. ലാംഡ ക്യൂബ് 512. പിന്നെ എന്താ? 27 ഇൻറ്റു ലാംഡ സ്ക്വയർ എന്ന് പറയുമ്പോൾ 27 ഇൻറ്റു എത്ര കൊടുക്കണം? ഇവിടെ 8. 512 മൈനസ് 27 ഇൻറ്റു 64 എത്രയാന്ന് നോക്കിയേ? 1728. പിന്നെ ഏതാ അടുത്ത് വരണ്ടേ? (240 into 8) equal to 1920. Plus 1920 minus 704. അപ്പൊ പോസിറ്റീവ് ടൈംസ് ഒന്ന് ആഡ് ചെയ്ത് നോക്കിയേ. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് എത്ര വരും? 1920 പ്ലസ് 512 2432 മൈനസ് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക 1728 പ്ലസ് 704 2432 ഈക്വൽ ടു 0 വരും. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദിസ് ഇംപ്ലൈസ് എവിടെ നമുക്ക് കിട്ടുന്നേ? ലാംഡ ഈക്വൽ ടു 8 ഈസ് എ റൂട്ട് ഓഫ് ദ ഇക്വേഷൻ. ഇത്രയും പറഞ്ഞ് മനസ്സിലായോ? നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത പോലെ അല്ലാതെ ലാംഡേനെ കോമൺ ആയിട്ടൊന്നും എഴുതാൻ കിട്ടില്ലെങ്കിൽ ഇതേ ഒരു സ്റ്റെപ്പാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഇത് പറഞ്ഞ് മനസ്സിലായോ? മനസ്സിലായി സർ. ഓക്കെ, ഇനി അടുത്ത എന്താ ചെയ്യേണ്ടത്? ലാംഡ ഈക്വൽ ടു 8 ഒരു റൂട്ട് ആണെങ്കിൽ ഇംപ്ലൈസ് ലാംഡ മൈനസ് 8 ഈസ് എ ഫാക്ടർ. ഇനി ചെയ്യേണ്ടത് നമുക്കിവിടെ കിട്ടിയിരുന്ന ഇക്വേഷൻ വിച്ച് ഇസ് ലാംഡ ക്യൂബ് മൈനസ് 27 ലാംഡ സ്ക്വയർ പ്ലസ് പിന്നെ എത്രയായിരുന്നു? 240 ലാംഡ മൈനസ് 240 ലാംഡ മൈനസ് 704. ഇതിനെ ലാംഡ മൈനസ് 8 വെച്ച് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ബാക്കി രണ്ട് ഫാക്ടേഴ്സും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഏതെങ്കിലും ഒരു ഫാക്ടർ, ഒരു 0 കണ്ടുപിടിക്കുക. അത് ഉപയോഗിച്ചപ്പോൾ നമുക്ക് ലാംഡ ഈക്വൽ ടു -5 കറസ്പോണ്ടിങ് ആണ് റൂട്ട് വരുന്നതെങ്കിൽ ഏതായിരിക്കും ഫാക്ടർ വരുന്നത്? ലാംഡ പ്ലസ് 5 ആയിരിക്കും ഫാക്ടർ വരുന്നത്. അത് നിങ്ങൾക്ക് അറിയാമല്ലോ. ഓക്കെ, സോ അങ്ങനെ ഒരു ഫാക്ടർ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് ഇന്നലെ എന്നോട് ആരോ ഡൗട്ടായിട്ട് ചോദിച്ചിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്, ശ്രദ്ധിച്ചോളുക. ആ ഒരു ഫാക്ടർ കണ്ടുപിടിച്ചാൽ ബാക്കി ഫാക്ടർ കിട്ടാനായിട്ട് ആ ഫാക്ടർ വെച്ച് ഡിവൈഡ് ചെയ്യുക. ഡിവിഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കുക. ഇവിടെ ഫസ്റ്റ് ടൈം ലാംഡ ക്യൂബ് ആണ്, ഇത് ലാംഡയാണ്. അപ്പൊ ഇതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ലാംഡ സ്ക്വയർ എന്ന് വരും. ഇത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. ലാംഡ സ്ക്വയറും ലാംഡയും കൂടെ വരുമ്പോൾ ലാംഡ ക്യൂബ് മൈനസ് 8 ലാംഡ സ്ക്വയർ. ഇനി സബ്ട്രാക്ട് ചെയ്യുക. ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എത്രയാണ് പറയണേ? -27 മൈനസ് 8 വരുമ്പോൾ എത്രയായിരിക്കും? പറയൂ. സബ്ട്രാക്ഷൻ വരുമ്പോൾ ഇത് 0. ലാംഡ ക്യൂബ് മൈനസ് ലാംഡ ക്യൂബ് ഈസ് 0. ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എത്രയാണ് പറയണേ? -19 ലാംഡ സ്ക്വയർ പ്ലസ് അടുത്ത ടൈം ഇറക്കി എഴുതുക 240 ലാംഡ. അപ്പോൾ ഈ -19 ആണ് ഇനി നമുക്ക് 0 ആയി പോകേണ്ട ടൈം. അപ്പൊ -19 ലാംഡ സ്ക്വയറിന് ഈ ലാംഡ വെച്ച് ഡിവൈഡ് ചെയ്താൽ വരേണ്ടത് -19 ലാംഡ എന്നാണ്.
അങ്ങനെ നമ്മൾ ടേം കണ്ടെത്തണം. അപ്പോൾ അത് വെച്ച് -19 ലാംഡ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് എന്തായിരിക്കും വരിക? -19 ലാംഡ സ്ക്വയർ പിന്നെ -19 × 8 എത്രയായിരിക്കും എന്ന് അറിയാമോ? പ്ലസ് ആവും, മൈനസും മൈനസും പ്ലസ് ആവും. 19 × 8 152. 152 സോറി 152 ശരിയല്ലേ? 152 ലാംഡ സബ്ട്രാക്ട് ചെയ്യുക. അപ്പൊ എത്ര വരും? തെറ്റിപ്പോയോ? ഇല്ലല്ലോ. 78 ലാംഡ അടുത്ത ടൈം ഇറക്കി എഴുതുക -704. അപ്പൊ എത്ര വരും? ഇവിടെ +78 എന്ന് കൊടുക്കുക. 78 ലാംഡ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 78 ലാംഡ പിന്നെ 78 × 8 എത്രയാ? സർ ഹലോ ഹലോ പറഞ്ഞു. 88 അല്ലേ? 240 - 152. 88 ആണല്ലേ? ഒരു മിനിറ്റ്. യെസ് 88 സോറി. അപ്പൊ 78 അല്ല 88. അപ്പൊ ശരിയാവും. അപ്പൊ ഇവിടെ ഇത് 88 എന്ന് വരും അല്ലേ? 88 ലാംഡ. 88 ലാംഡ ആകുമ്പോൾ നമ്മൾ മുകളിൽ കൊടുക്കേണ്ടത് ഏതാണ്? ഇവിടെ ഏതാ വരണ്ടേ? 88. അപ്പൊ 88 ലാംഡ പിന്നെ 88 × 8 എത്രയാ? 704. ഇവിടെ നമ്മൾ ഈ റിമൈൻഡർ 0 വരണം, അല്ലെങ്കിൽ നമ്മൾ ചെയ്തേക്കുന്നത് തെറ്റിയിട്ടുണ്ടാകും. കാരണം ലാംഡ -8 ഫാക്ടർ ആണ്. ക്ലിയർ ആണോ? സർ ക്ലിയർ ആണ് സർ. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ദിസ് ഇംപ്ലൈസ് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതായിരുന്നു. λ³ -27 ലാംഡ സ്ക്വയർ +240 ലാംഡ -704 = 0 എന്നായിരുന്നു. ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റുമെന്നാണ് ഇപ്പൊ നമ്മൾ എഴുതി കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്. ഇംപ്ലൈസ് λ-8 into λ² -19 ലാംഡ +88 = 0. ഇതല്ലേ നമുക്ക് ക്വോഷ്യന്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്? λ² -19 ലാംഡ +88. ഈ എഴുതിയ സ്റ്റെപ്പ് മനസ്സിലായോ? സർ മനസ്സിലായി സർ. അപ്പൊ ഇനി എന്ത് ചെയ്യണം? ഇനി λ² ഈ ക്വാഡ്രാറ്റിക് ഈ ടേമിനെ ഫാക്ടറൈസ് ചെയ്യുക. അതിന്റെ ഫാക്ടറൈസേഷൻ എന്തായിരിക്കും എന്ന് പറയാമോ? ആഡ് ചെയ്യുമ്പോൾ -19 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 88. ഏതൊക്കെയായിരിക്കും നമ്പേഴ്സ്? -13 -6. ഏതാ? ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ തെറ്റാ. 13 × 6 -11 -8 ആണ്. സോ ഇംപ്ലൈസ് നമുക്ക് ഇപ്പൊ എങ്ങനെ എഴുതണം? λ -8 × λ -8 × λ -11 = 0. അപ്പൊ ഏതൊക്കെയായിരിക്കും ഈഗൻ വാല്യൂസ് വരണേ? Eigen values are lambda = 8, 8, 11. Okay. ഇത് മനസ്സിലായോ? സർ മനസ്സിലായി. ഓക്കെ. ഇനി നമുക്ക് വേണ്ടത് എന്താ? ഈഗൻ വെക്ടർ. ഞാൻ വേഗം പറയാൻ പോവാണ്. ഈഗൻ വെക്ടർ കറസ്പോണ്ടിങ് ടു ഏതൊക്കെ കണ്ടുപിടിക്കണം? λ = 8 വേണം, λ = 11 വേണം. രണ്ടെണ്ണേ നമുക്ക് മതി, കാരണം 8 റിപ്പീറ്റഡ് ആയതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ സൗകര്യമായി. ഈസ് ഗിവൺ ബൈ ഇതെങ്ങനെ കണ്ടുപിടിക്കണേ? കൺസിഡറിങ് ഏത് ഇക്വേഷൻ എടുക്കണ്ടേ? a - 8i × k = 0. a എന്ന് പറഞ്ഞാൽ ഡയഗണൽ എലമെന്റ് 9 ബാക്കിയൊക്കെ 1 ആയിട്ടുള്ളതായിരുന്നു. അപ്പൊ ഇത് നമ്മൾ 9 - 8 1 1 1 9 - 8 1 1 1 9 - 8 into ഒരു സെക്കൻഡ് സൈൻ ചെയ്യുന്നുണ്ട്. ഡ്യൂട്ടിക്ക് നല്ലതാണ് സൈൻ ചെയ്യുന്നു.
ഞാൻ എടുത്തോളാവേ. ഏത് ആ ഡേറ്റ് ടീച്ചർ ഏത് ദിവസം ലീവ് എടുക്കുന്നതാണ് ആ ദിവസം ഇട്ടിട്ട് കൊടുത്താൽ മതി. ടീച്ചർ ഏത് ദിവസം ഇട്ടേക്കുന്നത് ആ ഡേറ്റ് ആണ് ഇതെല്ലാം എഴുതേണ്ടത്. ഏത് ദിവസം ടീച്ചർ ഡ്യൂട്ടി ലീവ് കൊടുക്കണേ? ആ ഇതിലെന്ത് ഇന്നത്തെ ഡേറ്റ് ആയിട്ടേക്കുന്നത് അല്ലേ? ആ കുഴപ്പമുണ്ടാവില്ല, പ്രോസിക്യൂഷൻ ഒന്നുമില്ല. നിങ്ങൾക്ക് ആകുമ്പോൾ എന്തായാലും കുഴപ്പമില്ല, പ്രശ്നമില്ല. ആ ഏത് അത് ഞാൻ ഇട്ടോളാം, ഇന്നത്തെ ഡേറ്റ് ഇട്ടോളാം. ഞാൻ ഇതെല്ലാം ഇട്ടേക്കുന്ന ഡേറ്റ് അതിൽ ഇട്ടോളാം. ആ ഓക്കെ, ക്ലാസ് എത്തുമ്പോഴേക്കും. Okay, so this implies 111 into K1 K2 K3 equal to 000. ഓക്കെ, സംശയമില്ലല്ലോ. അടുത്ത സ്റ്റെപ്പ് എന്താ? കൺസിഡർ എന്ത് ചെയ്യണം? ഈ മെട്രിക്സ് എടുക്കുക. This is equivalent to എന്തായിരിക്കും ചേഞ്ചസ് പറയണ്ടേ? R2 gives R2 minus R1 അല്ലേ? R3 gives R3 minus R1. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഫസ്റ്റ് റോയ്ക്ക് ചേഞ്ച് ഇല്ല, സെക്കൻഡ് റോയും തേർഡ് റോയും മൊത്തം 0 വരും. അപ്പൊ നമുക്ക് ഇത്രയും വേറെ ഇനി ഒരു ചേഞ്ച് ചെയ്യാനില്ല. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടുന്ന കൺക്ലൂഷൻ റാങ്ക് എത്രയാ? മെട്രിക്സിന്റെ റാങ്ക് എത്രയാ? വേരിയബിൾസ് എത്രയെണ്ണം ഉണ്ട്? എത്ര വേരിയബിൾസിന് അപ്പൊ നമുക്ക് ആർബിട്രറി വാല്യൂ കൊടുക്കാം? 2. We can consider arbitrary value for എത്ര വേരിയബിൾസാ? 2 വേരിയബിൾസ്. ഇനി നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറ്റി എഴുതാം? The system can be expressed in the form. Now the system becomes, എങ്ങനെ എഴുതാൻ പറ്റും? ആ മെട്രിക്സ് എന്ന് പറയുന്നത് 1 1 1 ഇതൊക്കെ 0 ആയിട്ടുള്ള K1 K2 K3 ഈക്വൽ ടു 0 0 0 ഇങ്ങനെ വരും മെട്രിക്സ് അല്ലെ? ഇക്വേഷൻ ഇങ്ങനെ വരും എന്ന് പറഞ്ഞാൽ K1 പ്ലസ് K2 പ്ലസ് K3 ഈക്വൽ ടു 0 എന്ന് വരും. അപ്പൊ എന്തായിരിക്കും നമ്മുടെ eigen വെക്ടറിനെ നമുക്ക് എങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റും? eigen വെക്ടറിനെ എങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റും? രണ്ട് വേരിയബിളിന് ആർബിട്രറി ആയിട്ട് വാല്യൂ കൊടുക്കാന്നാ പറഞ്ഞേ. ഏതൊക്കെയാ നമ്മൾ വാല്യൂസ് എങ്ങനെ കൊടുക്കണം? നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത, അതുകൊണ്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്ത് ഞാനത് വീണ്ടും നിങ്ങളോട് തന്നെ ചെയ്യാൻ പറയാതെ ഞാൻ തന്നെ ഇവിടെ ആൻസർ കണ്ടിന്യൂ ചെയ്ത് വന്നേ. ഇവിടെ എന്ത് ചെയ്യണം? പുട്ട് K2-ന് 0 കൊടുക്കുന്നു, K3-ക്കും കൂടി 0 കൊടുത്താൽ എല്ലാം 0 ആയി പോകും. നമുക്ക് വേണ്ടത് 0 അല്ല, വേറെ ഒരു സൊല്യൂഷനാണ് കിട്ടുന്നത്. അപ്പൊ ഞാൻ K3-ക്ക് 1 എന്നുള്ള വാല്യൂ അല്ലെ -1 എന്നുള്ള വാല്യൂ കൊടുക്കും. ഇംപ്ലൈസ് K1 അപ്പൊ എന്ത് കിട്ടും? K3-ക്ക് -1 എന്ന് കൊടുത്താൽ K1 എന്ത് കിട്ടും? മൈനസ് കൊടുക്കണ്ട, നിങ്ങൾ മൈനസ് കൊടുക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. K3-ക്ക് 1 എന്നുള്ള വാല്യൂ എടുത്താൽ മതി. അപ്പൊ K1 എന്തായിരിക്കും വരിക? -1 വരും. ഇംപ്ലൈസ് eigen വെക്ടർ എന്താ? -1 0 1. ക്ലിയർ അല്ലേ? അതെ സർ. ഇതുപോലെ തന്നെ നമുക്ക് രണ്ട് വേരിയബിളിന് കൊടുക്കാലോ. നമ്മൾ നേരെ ഒന്ന് തിരിച്ചു കൊടുത്താലോ? ഓൾസോ ഇഫ് വി കൺസിഡർ K1 equal to 0, K1 വേണ്ട, K1 equal to 1, സോറി, നമ്മൾ K1-ന് നോർമലി കൊടുക്കാറില്ല. K1-ന്റെ വാല്യൂ കണ്ടുപിടിക്കുന്ന രീതിയിൽ നമ്മൾ ജനറലി മെത്തേഡ് പറയുന്നത്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, K2 equal to 1 and K3 equal to 0. അപ്പൊ എന്തായിരിക്കും വരിക? K1 -1 വരും. സോ eigen വെക്ടർ എന്തായിരിക്കും? -1
eigenvector is -1 1 0. സർ, രണ്ട് ആർബിട്രറി കോൺസ്റ്റൻസ് ചൂസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോ ആ. നമ്മള് K2 K3-ലാണല്ലോ നിർബന്ധമില്ല, K1 എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പൊ K1 എടുത്താൽ വേറെ എണ്ണം കിട്ടും. കുഴപ്പമില്ല. ബട്ട് രണ്ട് ഇപ്പൊ K1-ഉം K2-ഉം K3-യും രണ്ടും ഈക്വൽ ടു 1 എടുത്താലും നോ ഒരു കുഴപ്പമില്ല, പ്രശ്നമില്ല. ഓക്കെ സർ. അങ്ങനെ എടുത്താലും കുഴപ്പമില്ല. അതായത് ഇവിടെ നമുക്ക് ഇൻഫൈനൈറ്റ്ലി മെനി ചോയ്സസ് ആണ് ഉള്ളത്, ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ വരുന്ന സിറ്റുവേഷൻ ആണ്. അപ്പൊ നമുക്ക് ധാരാളം ചോയ്സസ് ഉണ്ടാവും, നിങ്ങൾക്ക് ഏത് രീതി വേണമെങ്കിലും ചൂസ് ചെയ്യാം. നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് ചൂസ് ചെയ്യുന്ന രണ്ടിതാണ് ഞാൻ പറഞ്ഞത്. ഇത് വേറൊരു കാര്യമുണ്ട്, നിങ്ങളുടെ ശ്രദ്ധിക്കുക. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നത് നമ്മുടെ ഏഗൻ വാല്യൂ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഏഗൻ വാല്യൂ ആണെങ്കിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ പോകുള്ളൂ. കാരണം ലാംഡ ഈക്വൽ ടു 8 എന്ന് പറയുന്നത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഏഗൻ വാല്യൂ ആയിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഒന്നിൽ കൂടുതൽ ചോയ്സ് കിട്ടിയ, അല്ലെ കിട്ടില്ല, അല്ലെ ഒരു വേരിയബിളിന് ആർബിട്രറി വാല്യൂ കൊടുക്കാൻ പറ്റുള്ളൂ. ഞാൻ കിട്ടിയോ? പറഞ്ഞത് എന്താന്ന് മനസ്സിലായോ? ഇപ്പോ നമ്മൾ കൺസിഡർ ചെയ്ത ഏഗൻ വാല്യൂ ലാംഡ ഈക്വൽ ടു 8 എന്ന് പറയുന്നത് റിപ്പീറ്റഡ് ആയിട്ട് വന്ന ഏഗൻ വാല്യൂ ആണ്, 2 പ്രാവശ്യം വന്നിരുന്നു. അങ്ങനെയുള്ള ഏഗൻ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് ഏഗൻ വെക്ടർ ചെയ്യുമ്പോൾ ഒന്നിൽ കൂടുതൽ കോമ്പിനേഷൻസ് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ ഇങ്ങനെ ഈ ഒരെണ്ണം 1 മറ്റേത് 0 എടുത്ത് നിങ്ങളുടെ ടെക്സ്റ്റിൽ അങ്ങനെ പറഞ്ഞേക്കുന്നുണ്ട്, അത് എടുത്തതാണ്. നേരത്തെ നിങ്ങൾ പറഞ്ഞു രണ്ടും 0 എടുക്കരുത്, രണ്ടും 0 എടുത്താൽ എന്താ കുഴപ്പം? K2-ഉം K3-യും 0 എടുത്തു, അപ്പൊ എന്ത് സംഭവിക്കും? K1 0 ആവും. K1-ഉം 0 ആവും, അപ്പൊ 0 വെക്ടർ ആയി പോകും. 0 വെക്ടർ അല്ല നമുക്ക് വേണ്ടത്. K2-ഉം K3-യും 0 രണ്ടും സൈമുൾട്ടേനിയസ്ലി 0 അല്ലാത്ത എന്ത് വേണേലും നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള K1 എഴുതിയാൽ അതൊരു ഏഗൻ വെക്ടർ ആയിരിക്കും. നമുക്ക് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ളത് കിട്ടണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഏറ്റവും സേഫ് ആയിട്ടുള്ളത് ഒരെണ്ണം 0-യും മറ്റേത് 1-ഉം കൊടുക്കുക. അപ്പൊ നമുക്ക് കിട്ടുന്നത് രണ്ടും ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ളതായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ അങ്ങനെ എഴുതുമ്പോൾ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സൊല്യൂഷൻ തന്നെ ആവണമെന്നില്ല നമുക്ക് കിട്ടുക എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരെണ്ണം 0-യും മറ്റേത് 1-ഉം എന്നുള്ള രീതിയിൽ പറയുന്നത്. ആ പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ അങ്ങനെ ഓർത്താൽ മതി. രണ്ട് വേരിയബിളിന് ആർബിട്രറി വാല്യൂ കൊടുക്കാമെങ്കിൽ ഒരെണ്ണം 0-യും മറ്റേത് 1-ഉം കൊടുത്തെങ്കിൽ എഴുതുകയാണെങ്കിൽ നമ്മളുടെ ടെക്സ്റ്റിൽ ഫോളോ ചെയ്തേക്കുന്ന മെത്തേഡ് പ്രകാരം നമുക്ക് മുന്നോട്ട് തെറ്റില്ലാണ്ട് പോകാനായിട്ട് പറ്റും. ഓക്കെ, അടുത്ത കേസിലേക്ക് പൊക്കോട്ടെ. ഇനി ടു ഫൈൻഡ് ഏഗൻ വെക്ടർ കറസ്പോണ്ടിങ് ടു അടുത്ത ഏതായിരുന്നു? ലാംഡ ഈക്വൽ ടു 11. കൺസിഡർ എന്താ കൺസിഡർ ചെയ്യണ്ടേ? a-11i into k equal to 0. ഇത് ഞാൻ എക്സ്പാൻഡ് ചെയ്യുന്നില്ല, ഇത് നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഡയഗണൽ എലമെന്റിൽ നിന്നൊക്കെ 11 മൈനസ് ചെയ്താൽ കിട്ടാൻ പോകുന്ന -2 1 1 1 -2 1 1 1 -2 ഇൻറ്റു K1 K2 K3 ഈക്വൽ ടു 0 0 0 എന്ന് പറഞ്ഞ് എഴുതിയാൽ നിങ്ങൾക്ക് ഇതിനെ ഇവിടെ ഇപ്പം മെട്രിക്സ് കൺസിഡർ ചെയ്യുമ്പോൾ ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും കൂടെ ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് എലമെന്റ് 1 വരും, പിന്നെ അതിന്റെ കോളത്തിൽ എലമെന്റിനെ 0 ആക്കി നമ്മൾ ഇന്നലെ പറഞ്ഞ പ്രൊസീജിയറിൽ പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റിന്റെ ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന അതിന്റെ ഏഗൻ വെക്ടർ എന്ന് പറയുന്നത് ഇത് കിട്ടുമോ എന്നുള്ളത് നിങ്ങൾ നോക്കിക്കോളുക. 1 1 1 k ഈക്വൽ ടു 1 1 1 എന്നുള്ള ആൻസറിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുമെന്ന് നോക്കിക്കോളുക. ഓക്കെ, ഇതിനി പറയണ്ടല്ലോ. ഓക്കെ, ഇനി നമ്മളെ സംബന്ധിച്ച് നമുക്ക് തന്നിരിക്കുന്ന ഇതുപോലെ തന്നെ അപ്പൊ ഈ 3/3 ഉള്ള മെട്രിക്സിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതാനായിട്ട് ഞാൻ വേറെ ഒരു ക്വസ്റ്റ്യനും കൂടി വേറൊരു ക്വസ്റ്റ്യൻ കൂടെ പറയണോ? അത് ഈ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞ രീതിയിൽ ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്തിട്ടുള്ള മെത്തേഡും കൂടെ പറയണോ? കാരണം എന്തിനാണ് ഇത് ഞാൻ പറഞ്ഞതെന്നുള്ളത് അപ്പോഴേ നിങ്ങൾക്ക് റെലവെന്റ് ആയിട്ട് മനസ്സിലാവുള്ളൂ. എന്തായാലും പറയുന്നത് ക്ലിയർ ആയിട്ട് പറയാം. ഈ ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ഞാൻ ഇന്ന് പുതിയൊരു ഫോർമുല പറഞ്ഞു. ഇത് ഓക്കെ, ഇതിന് പകരം ഈ ഡിറ്റർമിനന്റ് ഡയറക്റ്റ് എക്സ്പാൻഡ് ചെയ്ത് പോയാലും മതിയെന്ന് അതാണല്ലോ നമ്മൾ ഇന്നലെ ചെയ്തത്.
ആരെങ്കിലും ഒന്ന് ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറയണം. ഇതിന് പകരം ഈ ഡിറ്റർമിനന്റ് ഡയറക്റ്റ് എക്സ്പാൻഡ് ചെയ്യുന്നതിന് പകരം ഉപയോഗിക്കാനായിട്ടുള്ള ഒരു ഫോർമുലയാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഈ ഫോർമുല ഉപയോഗിക്കാൻ ഞാൻ ഒരിക്കലും പറയില്ല ഇത് ഡയറക്റ്റ് എക്സ്പാൻഡ് ചെയ്ത് പോയാലും മതി. ഇത് ഡയറക്റ്റ് എക്സ്പാൻഡ് ചെയ്യുന്നത് എളുപ്പമല്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഫോർമുല പറഞ്ഞത്. ക്ലിയർ ആണല്ലോ? അതെ സർ, ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ ഈ മെത്തേഡിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് നമുക്ക് സിലബസിൽ നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന മെത്തേഡ് അല്ല. ഇത് ഈ കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ പഠിക്കുന്നവർ എളുപ്പത്തിൽ ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡാണ്. നിങ്ങളുടെ ആൻസർ തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ eigen വാല്യൂ eigen വെക്ടർ കണ്ടുപിടിക്കാനായിട്ട്, ഫോർ എക്സാമ്പിൾ ഇതായിരുന്നു എന്ന് വെച്ചാൽ നമ്മുടെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് eigen വാല്യൂസ് ആൻഡ് eigen വെക്ടേഴ്സ് ഓഫ് ഈ മെട്രിക്സ് എന്ന് പറഞ്ഞ് നമ്മളോട് ചോദിച്ചേക്കുന്നു. ഇതിൻ്റെ അകത്ത് ഈ ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഈ ഇക്വേഷൻ തെറ്റിപ്പോയെന്ന് വിചാരിക്കുക. പിന്നെ നമ്മളിപ്പോൾ അത് കഴിഞ്ഞ് ചെയ്ത കാര്യങ്ങൾക്ക് എന്തെങ്കിലും റെലവൻസ് ഉണ്ടോ? ഇല്ല സർ, ആകെ തെറ്റും. മൊത്തം തെറ്റിപ്പോകും. നമ്മൾ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് 1 മാർക്ക് പോലും കിട്ടാത്ത സാഹചര്യം വരും. ഒന്നും കിട്ടില്ല എന്ന് ചുമ്മാ പറഞ്ഞതാ, 2 മാർക്കേ കിട്ടുള്ളൂ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഇത് തെറ്റിപ്പോയാ. അതുകൊണ്ട് ഈ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പറഞ്ഞു മനസ്സിലായോ? അപ്പൊ ഇത് തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഒരു ഷോർട്ട് ഫോമുല തന്നിരിക്കുന്നത്. ഞാൻ ഒരിക്കലും നിങ്ങളെ നിർബന്ധിക്കുന്നില്ല ഈ ഷോർട്ട് ഫോമിൽ ചെയ്യണമെന്ന്. ഈ ഡിറ്റർമിനന്റ് ഡയറക്റ്റ് എക്സ്പാൻഡ് ചെയ്ത് തന്നെയാണ് ചെയ്യേണ്ടത്. അതാണ് നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന മെത്തേഡ്. ഇത്രയും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബാക്കി ഇനി നിങ്ങൾ തീരുമാനിക്കുക എങ്ങനെ വേണമെന്നുള്ളത്. ഓക്കെ, ഇനി സമയമുണ്ടോ ഞാൻ കെയ്ലി ഹാമിൽട്ടൺ തിയറം ഇവിടെ പറയാനായിട്ട്? അതോ അത് നാളെ പറഞ്ഞാൽ മതിയോ? നിങ്ങൾ പറയൂ. ഇന്ന് പറയണോ അതോ നാളെ രാവിലെ പറഞ്ഞാൽ മതിയോ? ഓക്കെ, എന്നാൽ ഞാൻ ഇന്ന് തന്നെ പറയാം. വേണമെങ്കിൽ നമുക്കത് കഴിഞ്ഞ് നാളെ ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരികയും ചെയ്യാം വേണമെങ്കിൽ. കെയ്ലി ഹാമിൽട്ടൺ തിയറം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. എന്താണ് അത് പറയുന്നത് നമുക്ക് നോക്കാം. അതിന്റെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഓർമ്മയുണ്ടോ? കെയ്ലി ഹാമിൽട്ടൺ തിയറം തിയറം പറയുന്ന ഇതാണ്: എവരി സ്ക്വയർ മെട്രിക്സ്, നിങ്ങളുടെ ടെക്സ്റ്റിലെ എക്സാക്ട് സ്റ്റേറ്റ്മെന്റ് ഞാൻ നോക്കിയില്ല, മീനിങ് ആണ് ഞാൻ പറയുന്നത്. എവരി സ്ക്വയർ മെട്രിക്സ് സാറ്റിസ്ഫൈസ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ഇതാണ് കെയ്ലി ഹാമിൽട്ടൺ തിയറം പറയുന്നത്. ടെക്സ്റ്റിൽ പറഞ്ഞേക്കുന്ന സെന്റൻസുകൾക്ക് എന്തെങ്കിലും തിയറത്തിന്റെ മീനിങ്ങിലൊന്നും മാറ്റില്ല കേട്ടോ. നിങ്ങൾക്ക് ഇതിൽ ഉപയോഗിച്ചേക്കുന്ന സെന്റൻസുകൾ എങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് നോക്കുകയാണ്. ഓക്കെ, an n by n matrix A satisfies its own characteristic equation. ഇതാണ് നിങ്ങളുടെ ടെക്സ്റ്റ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. എവരി സ്ക്വയർ മെട്രിക്സ് സാറ്റിസ്ഫൈസ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. എന്താ അതിന്റെ മീനിങ്? ഞാനതിന്റെ എക്സ്പ്ലനേഷൻ പറയാണ്. ഇപ്പൊ നമ്മൾ കൺസിഡർ ചെയ്ത മെട്രിക്സ് ഇഫ് A ഈക്വൽ ടു 9 1 1 1 9 1 1 1 9, ഈ മെട്രിക്സിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്തായിരുന്നു? ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഈസ് ഗിവൺ ബൈ, എന്തായിരുന്നു നമ്മുടെ ഫോർമുല? ഡിറ്റർമിനന്റ് A മൈനസ് ലാംഡ I ഈക്വൽ ടു 0 ഇംപ്ലൈസ്, നമ്മളത് കണ്ടുപിടിച്ചപ്പോൾ കിട്ടിയത് എത്രയായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? ലാംഡ ക്യൂബ് മൈനസ് 27 ലാംഡ സ്ക്വയർ പ്ലസ് 240 ലാംഡ മൈനസ് 704 ഈക്വൽ ടു 0. ഇതല്ലായിരുന്നോ? എന്റെ ഓർമ്മയിൽ നിന്ന് ഞാൻ എഴുതിയതാണ്. ഇത് തന്നെ അല്ലായിരുന്നോ നോക്കിയേ, അല്ലേ? ഇതേ. ഓക്കെ, സോ ഇതാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ വരുന്നത്. നമ്മുടെ തിയറം പറയുന്നത് ഏതൊരു മെട്രിക്സും അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ്റെ അകത്ത് എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആവുന്നതാണ്. എന്ന് വെച്ചാൽ ബൈ കെയ്ലി ഹാമിൽട്ടൺ തിയറം
ഇതാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ വന്നേ. ലാംഡയിലുള്ള ഒരു ഇക്വേഷൻ ആണ് ഇത്. ഇത് എ സാറ്റിസ്ഫൈ ചെയ്യുന്ന പറഞ്ഞാൽ ലാംഡയ്ക്ക് പകരം എ കൊടുക്കാന്നാണ്. അപ്പൊ എന്തായിരിക്കും വരിക? ലാംഡയ്ക്ക് പകരം എ കൊടുത്താൽ എ ക്യൂബ് മൈനസ് 27 എ സ്ക്വയർ പ്ലസ് 240 എ മൈനസ് 704 ഈക്വൽ ടു 0. തെറ്റാണ് ഞാൻ എഴുതിയേക്കുന്നതിന് ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, ഞാൻ പറയാം. ഇതാണ് നമ്മുടെ തിയറം പ്രകാരം വന്നിരിക്കുന്നത്. അതാണ് ക്യാരക്ടറിസ്റ്റിക്. നമ്മുടെ മെട്രിക്സ് എ എന്ന് പറയുന്ന മെട്രിക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഇതായിരുന്നു. ഇതിൻ്റെ അകത്ത് സംശയമില്ലല്ലോ, ഇതായിരുന്നു ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ വന്നത്. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് ഇവിടെ ഇങ്ങനെ എഴുതിയത്. കെയ്ലി ഹാമിൽട്ടൺ തിയറം പറയുന്നത് മെട്രിക്സ് ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എന്ന് വെച്ചാൽ അതിന്റെ മീനിങ് എന്താ? ഇത് ലാംഡയിലുള്ള ഒരു ഇക്വേഷൻ ആണ്. ഈ ഇക്വേഷൻ്റെ അകത്ത് ലാംഡയ്ക്ക് പകരം എ കൊടുത്താൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും എന്നാണ് തിയറം പറയുന്നത്. ലാംഡയ്ക്ക് പകരം എ കൊടുത്താൽ എന്താ കിട്ടണേ? എ ക്യൂബ് മൈനസ് 27 എ സ്ക്വയർ പ്ലസ് 240 എ മൈനസ് 704 ഈക്വൽ ടു 0. ഇവിടെ ഒരു ചെറിയ പ്രശ്നമുള്ളത് ഞാൻ പറയാം. എ എന്ന് പറയുന്നത് മെട്രിക്സ് ഏത് ഓർഡറിലുള്ള മെട്രിക്സ് ആയിരുന്നു? ഒരു 3/3 മെട്രിക്സ് ആയിരുന്നു എ അല്ലേ? അപ്പൊ എ സ്ക്വയർ കണ്ടുപിടിച്ചാലും എ ക്യൂബ് കണ്ടുപിടിച്ചാലും ഒക്കെ എന്ത് തന്നെയായിരിക്കും? ഓർഡർ 3 ഉള്ള ഒരു സ്ക്വയർ മെട്രിക്സ് തന്നെയല്ലേ വരിക? ഓക്കെ, അപ്പൊ ഇതൊരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കും എ ക്യൂബ് കണ്ടുപിടിച്ചാൽ കിട്ടുന്നത്. 27 എ സ്ക്വയർ കണ്ടുപിടിച്ചാലും കിട്ടുന്നത് ഒരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കും. ഇതും ഒരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കും. അതിൻ്റെ കൂടെ എങ്ങനെ ഒരു നമ്പർ കൊണ്ടുപോയി ആഡ് ചെയ്യണേ? പറ്റുമോ? പറ്റില്ല. അപ്പൊ ഐഡന്റിറ്റി അതായത് ഇങ്ങനെയാണ് നമ്മളിപ്പോ എഴുതിയേക്കുന്ന സിറ്റുവേഷൻ പ്രകാരം. ഇത് ഇതുപോലെ ഇങ്ങനെ ഒരു മെട്രിക്സ് 2 3 5 8 എന്ന് പറഞ്ഞൊരു മെട്രിക്സ് ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ ഒരു നമ്പർ 9 ആഡ് ചെയ്യാൻ പറഞ്ഞാൽ അങ്ങനെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. 9 i ആയിരിക്കും ആഡ് ചെയ്യുക. ഐഡന്റിറ്റി മെട്രിക്സ് എടുക്കണം എന്ന് പറഞ്ഞ് ഇവിടെ കൊടുക്കുന്നത് കെയ്ലി ഹാമിൽട്ടൺ തിയറം പ്രകാരം എഴുതുമ്പോൾ 704 എന്ന് എഴുതാൻ പോരാ, 704i എന്ന് എഴുതണം. ഇത്രയും മനസ്സിലായോ? നമ്മളോട് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ കെയ്ലി ഹാമിൽട്ടൺ തിയറം വെരിഫൈ ചെയ്യുക എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്ത് ചെയ്യേണ്ട വരും? എന്ത് ചെയ്യേണ്ടി വരും? കെയ്ലി ഹാമിൽട്ടൺ തിയറം വെരിഫൈ എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്താ ചെയ്യേണ്ടത്? നമ്മൾക്ക് എ എന്ന് പറയുന്ന മെട്രിക്സ് ഇവിടെ തന്നിട്ടുണ്ട് ഇല്ലേ? എ എന്ന് പറയുന്ന മെട്രിക്സ് 9 1 1 1 9 1 1 1 9 എന്നുള്ള മെട്രിക്സ് ആണ്. അപ്പൊ എ സ്ക്വയർ കണ്ടുപിടിക്കാം. എന്ത് ചെയ്താൽ മതി? 9 1 1 1 9 1 1 1 9 9 1 1 1 9 1 1 1 9 ഈ മെട്രിക്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ എ സ്ക്വയർ കിട്ടും. അതുപോലെ എ ക്യൂബ് കണ്ടുപിടിക്കാം. എ ക്യൂബ് എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ ഇൻറ്റു എ അല്ലെങ്കിൽ എ ഇൻറ്റു എ സ്ക്വയർ ഏതെടുത്താലും കുഴപ്പമില്ല. രണ്ട് മെട്രിക്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് എ ക്യൂബ് കണ്ടുപിടിക്കാം. ഓക്കെ, ഞാനത് മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ എഴുതുന്നില്ല, സമയം പോകുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്യണം? അപ്പൊ ഈ എ ക്യൂബ് കണ്ടുപിടിച്ചു, 27 എ സ്ക്വയർ കണ്ടുപിടിച്ചു, 240 എ കണ്ടുപിടിച്ചു, മൈനസ് 704 ഐ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ഓർഡർ 3 ഉള്ള 1 0 0 0 1 0 0 0 1 ഈ ഐഡന്റിറ്റി മെട്രിക്സ് എടുത്താൽ മതി. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തോളാം അല്ലേ? എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഞാൻ ക്വസ്റ്റ്യൻ ഇവിടെ എഴുതാം. ഇഫ് എ ഈക്വൽ ടു 9 1 1 1 9 1 1 1 9 വെരിഫൈ കെയ്ലി ഹാമിൽട്ടൺ തിയറം. ക്വസ്റ്റ്യൻ എല്ലാവരും ചെയ്തു നോക്കണം. നോട്ട്ബുക്കിൽ നേരത്തെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, നിങ്ങളൊന്ന് പഠിക്കാൻ വേണ്ടി ഒന്നുകൂടെ ചെയ്യണം. ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ? ഇനി യൂസിങ് ആ ക്വസ്റ്റ്യൻ്റെ കൂടെ ഇതും കൂടെ ഉണ്ടെന്ന് വെക്കുക. യൂസിങ് കെയ്ലി ഹാമിൽട്ടൺ തിയറം ഫൈൻഡ് എ ഇൻവേഴ്സ് എന്നും കൂടെ ഉണ്ടെങ്കിൽ എങ്ങനെയാ ചെയ്യണേ? കെയ്ലി ഹാമിൽട്ടൺ തിയറം ഉപയോഗിച്ച് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞ എന്ത് ചെയ്യണം? പറയുവോ എന്താ ചെയ്യണ്ടേന്ന്?
നിങ്ങൾ പഠിച്ചിട്ടുള്ളതല്ലേ, ക്ലാസ് ചെയ്തതല്ലേ നിങ്ങൾക്കിത്? ഈ നമുക്ക് കിട്ടിയ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനിൽ എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ അതിലേക്ക് റിപ്പീറ്റഡ് ആയിട്ട് എ ഇൻവേഴ്സ് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മള് അതായത് ഇത് എല്ലാം ക്യാൻസൽ. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ അല്ലെങ്കിൽ കെയ്ലി ഹാമിൽട്ടൺ തിയറം പ്രകാരം നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. ഇതിനെ മൾട്ടിപ്ലൈയിങ് ബൈ എ റേസ് ടു -1 അല്ലെങ്കിൽ എ ഇൻവേഴ്സ് വെച്ച് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടും? എ ക്യൂബ് -27a² പ്ലസ് 240a മൈനസ് 704i ഇൻറ്റു ഏത് ചെയ്യാനാ പറഞ്ഞ എ ഇൻവേഴ്സ് ഈക്വൽ ടു റൈറ്റ് സൈഡ് 0 ആയിരുന്നു, 0 ഇൻറ്റു എ ഇൻവേഴ്സ് എന്ന് വരും. 0 ഇൻറ്റു എ ഇൻവേഴ്സ് എന്ത് തന്നെ ആയിരിക്കും? 0 ആയിരിക്കും. ഇതിനെ നമ്മൾ ഓരോന്നും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് എ ക്യൂബ് ഇൻറ്റു എ ഇൻവേഴ്സ് വരും. അതെന്തായിരിക്കും? എ ക്യൂബ് എന്ന് വെച്ചാൽ എ ഇൻറ്റു എ ആണ്. അത് ഇൻറ്റു എ ഇൻവേഴ്സ് വരുന്നു എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു എ ഇൻവേഴ്സ് വരും. അതെന്താ? ഐ ആണ്. അപ്പൊ എഫക്റ്റീവ്ലി എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? ആ, അപ്പൊ എ ഇൻവേഴ്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത ഇതിന്റെ ടേംസ് വരുന്നത് ഇത് a² ആവും. -27 ഇതെന്തായി മാറും? എ വരും. പ്ലസ് 240 എ ഇൻറ്റു എ ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ ഇത് ഐ വരും. മൈനസ് 704 എ ഇൻവേഴ്സ് എന്ന് വരും. ഇത് ഈ എഴുതിയ സ്റ്റെപ്പ് മനസ്സിലായോ? അപ്പൊ ഈ 704 എ ഇൻവേഴ്സ് എന്നുള്ളതിന് അടുത്ത സൈഡിലേക്ക് കൊണ്ട് എഴുതുകയാണ്. ദിസ് ഇംപ്ലൈസ് 704 എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു a² മൈനസ് 27a പ്ലസ് 240i എന്ന് വരും. അപ്പൊ ഇവിടുന്ന് എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? This implies A inverse is equal to എന്തായിരിക്കും? 1/704 ഇൻറ്റു a² മൈനസ് 27a പ്ലസ് 240i. എന്ത് ചെയ്താൽ മതി? a² നമുക്ക് കണ്ടുപിടിക്കാം. മെത്തേഡ് നമ്മൾ പറഞ്ഞു. 27 ടൈംസ് എ കണ്ടുപിടിക്കാൻ 240 ടൈംസ് ഐ ചെയ്യാം. ഇതെല്ലാം കൂടെ സിംപ്ലിഫൈ ചെയ്തിട്ട് ഡിവൈഡ് ബൈ 1704 എന്ന് കൊടുത്താൽ മതി. ഈ മെത്തേഡ് മനസ്സിലായോ? അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് കിട്ടില്ല. ഞാനിപ്പോ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ ഇഫ് എ ഈക്വൽ ടു ഇത് വെരിഫൈ കെയ്ലി ഹാമിൽട്ടൺ തിയറം യൂസിങ് കെയ്ലി ഹാമിൽട്ടൺ തിയറം ഫൈൻഡ് എ ഇൻവേഴ്സ്. ഈ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് ഇപ്പൊ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലേ? നമ്മുടെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ ക്വസ്റ്റ്യൻ തന്നെ ഇമ്പോർട്ടന്റ് എന്ന് പറയാൻ കാരണം നമ്മുടെ ടെക്സ്റ്റിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചേക്കുന്ന മെട്രിക്സ് ഇതാണ് എന്നുള്ളത് കൊണ്ടാണ്. കെയ്ലി ഹാമിൽട്ടൺ തിയറം ഉപയോഗിച്ചേച്ച് വേറെ 1-2 ക്വസ്റ്റ്യൻസ് ഞാൻ നാളത്തെ ക്ലാസ്സിൽ പറയാം. ഓക്കെ, പിന്നെ ഞാൻ ഇന്ന് സാധിക്കുമെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ബാങ്ക് ഞാൻ ഷെയർ ചെയ്യാം. അതൊന്ന് കുറച്ചൊന്ന് ഓർഡർ ആക്കി എടുക്കാനുണ്ട്. അതുകൊണ്ടാണ് എനിക്കത് ഇരിക്കാൻ സമയം കിട്ടിയിട്ടില്ല. വേറെ കുറച്ച് പ്രതീക്ഷിക്കാത്ത തിരക്കുകൾ വന്നുകൊണ്ടാണ്. അപ്പൊ ഇന്ന് നിങ്ങൾക്ക് ക്ലാസ് പറഞ്ഞതും വൈകി. എന്തായാലും ഞാൻ നിങ്ങൾക്ക് കുറച്ചു നേരമെങ്കിലും എടുക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. നമുക്കൊന്ന് പറയാനെങ്കിലും പറ്റി എന്നുള്ളത് കൊണ്ട് ഞാൻ കുഴപ്പമില്ല എന്ന് കരുതുന്നു. നാളെ എന്തായാലും ഞാൻ ക്ലാസ് പറയും. നാളെ രാവിലെ ഞാൻ എന്തായാലും എടുക്കുന്നുണ്ടാവും. നവീൻ സാർ ഉച്ച കഴിഞ്ഞ് എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മിക്കവാറും നമുക്ക് നാളെ 2 ക്ലാസ് തന്നെ കൺസിഡർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഓക്കെ സർ. അപ്പോ ഇവിടെ ഈ എന്താ പറയാ ഏഗൻ വാല്യൂസ് ഏഗൻ വെക്ടറിന്റെ സെഷനിൽ കുറെ പ്രോപ്പർട്ടീസ് വരുന്നുണ്ട്. അതൊക്കെ ഒന്ന് ലിസ്റ്റ് ചെയ്ത് തരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എല്ലാം പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നമുക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ അത് പറഞ്ഞപ്പോ ഈ ഒരു കാര്യം ഒന്ന് ഓർത്തത്. ഇപ്പൊ നമ്മൾ ഏഗൻ വാല്യൂ കോംപ്ലക്സ് നമ്പേഴ്സ് വരാൻ സാധ്യതയുണ്ട്. കോംപ്ലക്സ് നമ്പേഴ്സ് ഏഗൻ വാല്യൂ ആയിട്ട് വരാം. അതായത് ഇപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടിയെന്ന് വെക്കാം, λ² പ്ലസ് λ+1 ഈക്വൽ ടു 0 എന്നാണ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കിട്ടിയതെങ്കിൽ ഇതിന്റെ റൂട്ട്സ് എന്തായിരിക്കും? എന്ത് ചെയ്യേണ്ടി വരും? ക്വാഡ്രാറ്റിക് ഫോമിൽ എടുക്കാതെ നമുക്ക് ഡയറക്റ്റ് കിട്ടില്ല. ക്വാഡ്രാറ്റിക് ഫോമിൽ എടുക്കുമ്പോൾ -1 +/- b² എന്ന് വെച്ചാൽ 1² - 4 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. അപ്പൊ -1 +/- i√3 എന്ന് വരും. മനസ്സിലായോ? ഇങ്ങനെ വരാം എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്.
ഓക്കെ, ഇതുപോലുള്ള എക്സാമ്പിൾ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ ഒരു കാര്യം ഇത്രയാണ്, അവിടെ മെയിൻ ആയിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ആൽഫ പ്ലസ് ഐ ബീറ്റ എന്ന് പറയുന്നത് ഒരു എയ്ഗൻ വാല്യൂ ആണെങ്കിൽ ആൽഫ മൈനസ് ഐ ബീറ്റയും ഒരു എയ്ഗൻ വാല്യൂ ആയിരിക്കും. ഇത് കോഞ്ചുഗേറ്റ് പെയർ ആയിട്ടേ വരുവുള്ളൂ എന്നുള്ള കാര്യം ഓർക്കണം. ഒരു എയ്ഗൻ വാല്യൂ ആൽഫ പ്ലസ് ഐ ബീറ്റ ആണെങ്കിൽ അടുത്ത എയ്ഗൻ വാല്യൂ എന്തായിരിക്കും? വേറെ ഒരെണ്ണം. ഇത് 2 പ്ലസ് ഐ റൂട്ട് 3 എന്ന് പറയുന്നത് ഒരു എയ്ഗൻ വാല്യൂ ആണെങ്കിൽ 2 മൈനസ് ഐ റൂട്ട് 3 മറ്റൊരു എയ്ഗൻ വാല്യൂ ആയിരിക്കും. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? മനസ്സിലായി സർ. ഓക്കെ, അപ്പൊ ഈ കേസിലും നമുക്ക് എന്താ പറയുക, എയ്ഗൻ വെക്ടർ കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ റോ ട്രാൻസ്ഫോർമേഷൻ ഒന്നും വെച്ച് പോകണ്ട, നമ്മൾ ആർബിട്രറി ആയിട്ട് വാല്യൂ കണ്ടുപിടിക്കുക തന്നെ ചെയ്യേണ്ടി വരും. അതായത് ഇങ്ങനെയുള്ള കേസാണ് വരുന്നതെങ്കിൽ, അതിന്റെ ഒരു എക്സാമ്പിൾ ടെക്സ്റ്റ് പറഞ്ഞേക്കുന്നത് ചെറിയൊരു ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ്. 6 മൈനസ് 1 5 4 ഈ ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. 6 മൈനസ് 1 5 4 ഈ മെട്രിക്സ് വണ്ടെ എയ്ഗൻ വാല്യൂസും എയ്ഗൻ വെക്ടറും കണ്ടുപിടിക്കണമെന്നാണ് വിചാരിക്കുക. അപ്പോൾ എ മൈനസ് ലാംഡ ഐ ഈക്വൽ ടു 0 ഡിറ്റർമിൻ, ഇതാണല്ലോ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ വരുന്നത്. ഇംപ്ലൈസ് 6 മൈനസ് ലാംഡ മൈനസ് 1 5 4 മൈനസ് ലാംഡ, ഇതിന്റെ ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0 എന്ന് വരും. സംശയമില്ലല്ലോ? ഇങ്ങനെ തുടങ്ങിയാൽ പോരെ, ഇത് കുഴപ്പമില്ലല്ലോ? ഇല്ല സർ, കുഴപ്പമില്ല. ഇംപ്ലൈസ് ഇതിനെ എക്സ്പാൻഡ് ചെയ്തേ 6 മൈനസ് ലാംഡ ഇൻറ്റു 4 മൈനസ് ലാംഡ മൈനസ് മൈനസ് 5 ഈക്വൽ ടു 0. ഇംപ്ലൈസ് 6 into 4 24 മൈനസ് 6 ലാംഡ മൈനസ് 4 ലാംഡ പ്ലസ് ലാംഡ സ്ക്വയർ പ്ലസ് 5 ഈക്വൽ ടു 0 വന്നു. ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതുവാണെങ്കിൽ എങ്ങനെയായിരിക്കും വരിക? ലാംഡ സ്ക്വയർ മൈനസ് 10 ലാംഡ പ്ലസ് 29 ഈക്വൽ ടു 0. ആഡ് ചെയ്യുമ്പോൾ മൈനസ് 10 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 29. രണ്ട് നമ്പേഴ്സ് വേഗം കിട്ടുമെന്ന് ആലോചിച്ച് നോക്കിയേ. കിട്ടുവോ? ഇതിനെ ഫാക്ടറൈസ് ചെയ്യണം. കിട്ടുവോ? ഇല്ലല്ലോ, പെട്ടെന്ന് കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ ഫോമുല എഴുതാൻ പോവാണ്. ലാംഡ ഈക്വൽ ടു മൈനസ് ബി എന്ന് പറയുമ്പോൾ 10 പ്ലസ് ഓ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ 100 മൈനസ് 4ac 4 into 29. 4 into 29 എത്രയാ? 29 into 4 116 all divided by 2. അപ്പൊ നമുക്ക് കിട്ടുന്നത് 10 പ്ലസ് ഓ മൈനസ് റൂട്ട് മൈനസ് 16 by 2 ആണ്. സ്ക്വയർ റൂട്ട് ഓഫ് മൈനസ് 16 എന്താ? നെഗറ്റീവ് വന്നേക്കുന്നുണ്ട്, കോംപ്ലക്സ് നമ്പർ ആയിട്ട് എടുക്കണം. അപ്പൊ എന്ത് വരും? 10 പ്ലസ് 4i by 2ഉം 10 മൈനസ് 4i by 2ഉം വരും. ശരിയല്ലേ? Five plus 2i and 5 minus 2i are the eigenvalues. ഇത് മനസ്സിലായോ? ഞാൻ നേരത്തെ പറഞ്ഞതാണ് കോഞ്ചുഗേറ്റ് പെയർ ആയിട്ട് വരും, കോംപ്ലക്സ് നമ്പർ വരാം. ഇനി എയ്ഗൻ വെക്ടർ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? ടു ഫൈൻഡ് എയ്ഗൻ വെക്ടർ corresponding to lambda equal to 5 plus 2i. ഏതാ കൺസിഡറേറ്റ് ഇക്വേഷൻ? ഏതാ? കൺസിഡർ a minus 5 plus 2i into k equal to 0 എന്ന് പറയുമ്പോൾ എന്താ ചെയ്യണ്ടേ? 5 plus 2i ഡയഗണൽ എലമെന്റിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ വരുന്ന മെട്രിക്സ് ഏതായിരിക്കും? ഡയഗണൽ എലമെന്റ്സ് വന്നത് 6 മൈനസ് 1 5 4 ആണ്. അപ്പൊ ഇത് മൈനസ് 5 പ്ലസ് 2i മൈനസ് 5 പ്ലസ് 2i ഓൾ ഇൻറ്റു k1 k2
ഈക്വൽ ടു 0 0 ഇങ്ങനെ വരും. ഇംപ്ലൈസ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്താ പറയണേ? 1 മൈനസ് 2i മൈനസ് 1 5 മൈനസ് 1 മൈനസ് 2i ഇൻറ്റു k1 k2 ഈക്വൽ ടു 0 0. ഇത് നമുക്ക് ചെയ്യാനായിട്ട് ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 2 ഇക്വേഷൻ വരും. എനിക്ക് തോന്നുന്നു ഇത് നമുക്ക് ചെയ്യാനായിട്ട് നേരത്തെ ഒരാൾ ഡൗട്ട് എന്നോട് എനിക്ക് തോന്നുന്നു പേഴ്സണലായിട്ട് മെസ്സേജിലാണ് ചോദിച്ചതെന്ന് തോന്നുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യാലേ പറ്റുള്ളൂ. നമുക്കിത് നമ്മളിപ്പോ പറഞ്ഞ രീതിയിൽ റോ ട്രാൻസ്ഫോർമേഷൻ ഒന്നും വെച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്: 1 മൈനസ് 2i ഇൻറ്റു k1 മൈനസ് k2 ഈക്വൽ ടു 0. പിന്നെ 5k1 മൈനസ് 1 പ്ലസ് 2i k2 ഈക്വൽ ടു 0. ഇങ്ങനെ ചെയ്താൽ മതി. k1 ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു കൊടുക്കുക. ഇതിനകത്ത് k1 ഇങ്ങനെയല്ല നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ടത്. k1 എലിമിനേറ്റ്, അതായത് അതും അങ്ങനെയൊന്നും ചെയ്യാൻ ആലോചിക്കണ്ട. k1 വാല്യൂ കൊടുക്കുക, k2 കണ്ടുപിടിക്കുക. അത് തന്നെ സെക്കൻഡ് ഇക്വേഷനിൽ നിന്നും കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടിയ ഇക്വേഷൻ എടുക്കുക. ഇല്ലെങ്കിൽ k1 1 എന്ന് കൊടുക്കാൻ പറ്റില്ല, വേറെ ഏതെങ്കിലും വാല്യൂ കൊടുത്ത് നോക്കുക. ഇവിടെ അതായത് k1 1 എന്ന് കൊടുത്താൽ ഈ 2 ഇക്വേഷനും സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് k2 ഈക്വൽ ടു k2 ഈക്വൽ ടു 1 മൈനസ് 2i എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഏഗൻ വെക്ടർ എന്തായിരിക്കും? ഏഗൻ വെക്ടർ k ഈക്വൽ ടു 1 1 മൈനസ് 2i. ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ k1 1 കൊടുത്തേച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ k2 1 കൊടുക്കുക. എന്നിട്ട് k1 കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കുക. അതും പറ്റുന്നില്ലെങ്കിൽ വേറെ ഏതെങ്കിലും വാല്യൂ ആർബിട്രറി ആയിട്ട് ചെയ്യുക. അങ്ങനെയുള്ള ക്വസ്റ്റിനിലേക്കൊന്നും പോകാനുള്ള സാധ്യതയില്ല. ഈ ഒരു ക്വസ്റ്റിനൊക്കെ ഒന്ന് ഓർമ്മയിൽ നിർത്തിയാൽ മതി. ഇതുപോലെ തന്നെ പിന്നീട് നമ്മൾ തിയറം പ്രകാരം ഇപ്പൊ ഇത് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ഏഗൻ വെക്ടർ ഇതിപ്പോ നമുക്ക് ഏഗൻ വെക്ടർ കറസ്പോണ്ടിങ് ടു ഇപ്പൊ നമ്മൾ എഴുതിയത് ഏതായിരുന്നു? ഏതിന് കറസ്പോണ്ടിങ് ആയിരുന്നു? ലാംഡ ഈക്വൽ ടു 5 പ്ലസ് 2i അല്ലായിരുന്നോ? അതല്ലേ ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നേ. അപ്പൊ ഇനി അടുത്തത് ഏഗൻ വെക്ടർ കറസ്പോണ്ടിങ് ടു ലാംഡ ഈക്വൽ ടു 5 മൈനസ് 2i ഈസ് k കോഞ്ചുഗേറ്റ് ആയിരിക്കും. ഇപ്പൊ നമുക്ക് കിട്ടിയേക്കുന്ന ഇതിന്റെ കോഞ്ചുഗേറ്റ് ആയിരിക്കും. ഇംപ്ലൈസ് ഏതായിരിക്കും? 1 1 പ്ലസ് 2i ആയിരിക്കും. ഇതായിരിക്കും ഏഗൻ വെക്ടർ വരിക. അതായത് കോഞ്ചുഗേറ്റ് ടു ഈച്ച് അതർ ഫോമിലുള്ള കോംപ്ലക്സ് ഏഗൻ വാല്യൂസിന്റെ ഏഗൻ വെക്ടേഴ്സ് കോഞ്ചുഗേറ്റ് ടു ഈച്ച് അതർ ആയിരിക്കും. അങ്ങനെ ഒരു റിസൾട്ട് ആയിട്ട് നിങ്ങൾക്ക് പറയുന്നുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. നോട്ടിന്റെ അകത്ത് നിങ്ങൾക്ക് ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ തന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞു വെച്ചിട്ട് ഓർത്താൽ മതി. ഞാനിപ്പോ പറഞ്ഞ കാര്യം ഞാനിവിടെ നോട്ട് പോലെ പറയാണ്. ഇഫ് ലാംഡ ഈക്വൽ ടു a പ്ലസ് ib ഈസ് an eigen value with eigenvector k, then lambda equal to a minus ib is also an eigenvalue with eigenvector. ഏതായിരിക്കും eigenvector വരുന്നതെന്ന് ഞാൻ പറഞ്ഞ k കോഞ്ചുഗേറ്റ്. പറഞ്ഞു മനസ്സിലായോ? മനസ്സിലായി സർ. ക്ലിയർ ആണല്ലോ? അതായത് ആദ്യത്തെ ഏഗൻ വാല്യൂ ഏഗൻ വെക്ടർ k ഈക്വൽ ടു ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ കോഞ്ചുഗേറ്റ് ആയിട്ടുള്ള ഏഗൻ വാല്യൂവിന്റെ ഏഗൻ വെക്ടർ ഇതിന്റെ കോഞ്ചുഗേറ്റ് ആയിരിക്കും. ഇപ്പൊ 1ന്റെ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് 1 എന്ന് വെച്ചാൽ 1 പ്ലസ് കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് കണ്ടുപിടിക്കുന്ന അറിയാമല്ലേ? a പ്ലസ് ഐ ബിയുടെ കോംപ്ലക്സ് ഇതാണ് z എങ്കിൽ z കോഞ്ചുഗേറ്റ് എന്തായിരിക്കും? a മൈനസ് ഐ ബി ആയിരിക്കും അല്ലേ? കോംപ്ലക്സ് നമ്പർ പഠിച്ചിട്ടുള്ളതല്ലേ പ്ലസ് 2-ല്? ഇത് മനസ്സിലായില്ലേ? മനസ്സിലായി സർ.
ഇസഡ് എന്ന് പറയുന്നത് ഒരു പ്യുവർലി റിയൽ നമ്പർ, അതായത് 1 എന്നാണെങ്കിൽ ഇസഡ് കോൺജുഗേറ്റും എന്ത് തന്നെയായിരിക്കും? 1 തന്നെയായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ എലമെന്റിനെ സെയിം ആയിട്ട് തന്നെ താഴെ എഴുതിയിരിക്കുന്നത്. ആർക്കെങ്കിലും സംശയം വന്നാൽ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഈഗൻ വാല്യൂസ്, ഈഗൻ വെക്ടറിന് അങ്ങനെ കുറച്ച് പ്രോപ്പർട്ടീസ് വരുന്നുണ്ട്. വേണമെങ്കിൽ ആ പ്രോപ്പർട്ടീസ് നിങ്ങൾ നോക്കുക. ടെക്സ്റ്റ് നിങ്ങൾക്ക് നോട്ടിൽ തന്നേക്കുന്ന, നിങ്ങൾക്ക് ഞാനല്ലെങ്കിൽ മിസ് ക്ലാസ്സിൽ പഠിപ്പിച്ചപ്പോൾ നോട്ടിൽ തന്നിരിക്കുന്ന പ്രോപ്പർട്ടീസ് നോക്കുക. ഏതെങ്കിലും പ്രോപ്പർട്ടി മനസ്സിലാവാത്തുണ്ടെങ്കിൽ ചോദിക്കുക. ഞാൻ ഈഗൻ വാല്യൂസിന്റെ വേറെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇനി ചെയ്യില്ല. ഈഗൻ വാല്യൂസ് ആൻഡ് ഈഗൻ വെക്ടേഴ്സ് ഞാൻ പറഞ്ഞു. അതുപോലെ കെയ്ലി ഹാമിൽട്ടൺ തിയറം ഞാൻ പറഞ്ഞു. അതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള കെയ്ലി ഹാമിൽട്ടൺ തിയറം ഉപയോഗിച്ച് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നത് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ്റെ അകത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ ഇല്ലേ, നമ്മളിപ്പോൾ ചെയ്ത ഈ 2x2 മെട്രിക്സ്, ഇത് കെയ്ലി ഹാമിൽട്ടൺ തിയറം വെരിഫൈ എന്ന് പറഞ്ഞിട്ട് ചോദിച്ചാൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് എന്തായിരിക്കും വെരിഫൈ ചെയ്യേണ്ടത്? കെയ്ലി ഹാമിൽട്ടൺ തിയറം വെരിഫൈ ചെയ്യാനായിട്ട് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്ത് ചെയ്യേണ്ടി വരും? a² മൈനസ് 10a പ്ലസ് 29i ഈക്വൽ ടു 0 എന്ന് പ്രൂവ് ചെയ്യണം. ശരിയല്ലേ? a² മൈനസ് 10a പ്ലസ് 29i ഈക്വൽ ടു 0. ശരിയാണോ? ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ. അതുപോലെ കെയ്ലി ഹാമിൽട്ടൺ തിയറം ഉപയോഗിച്ച് ഇൻവേഴ്സ് കണ്ടുപിടിക്കാനും ഞാൻ പറഞ്ഞു. നാളെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നതിന്റെ അകത്ത് കെയ്ലി ഹാമിൽട്ടൺ തിയറത്തിന്റെ 1-2 വേറെ, അല്ലെങ്കിൽ കെയ്ലി ഹാമിൽട്ടൺ തിയറം ഉപയോഗിച്ച് ഒരു മെട്രിക്സിന്റെ പവർ കണ്ടുപിടിക്കുന്നത് എന്താ പറയാ 10 അല്ലെങ്കിൽ a⁻n ജനറൽ ആയിട്ട് കണ്ടുപിടിക്കുന്ന മെത്തേഡ് ഞാൻ നാളത്തെ ക്ലാസ്സിൽ പറയാം. അത് നിങ്ങളുടെ നോട്ടിൻ്റെ അകത്ത് നിങ്ങൾക്ക് പവർ കണ്ടുപിടിക്കാനായിട്ട് നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. a⁻m കണ്ടുപിടിക്കാനായിട്ട് ടെക്സ്റ്റിൻ്റെ അകത്ത് ചോദിക്കുന്നുണ്ട്. അപ്പൊ അത് ഞാൻ നാളെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ. അപ്പോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇന്ന് ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തപ്പോൾ ഈഗൻ വാല്യൂസിന്റെ സെഷനിലും കെയ്ലി ഹാമിൽട്ടൺ തിയറത്തിന്റെ സെഷനിലും നോട്ടിൽ ക്ലാസ്സിൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നാളെ തന്നെ ചോദിക്കുക. പിന്നത്തേക്ക് വെക്കണ്ട. നാളെ അപ്പൊ ഈ പോർഷൻ നമ്മൾ കവർ ചെയ്ത് പുതിയ ഡിസ്കഷനിലേക്ക് പോകുന്നതായിരിക്കും. ഓക്കെ. Okay, sir. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം.